സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഗോവ ട്രിപ്പിൽ മെയ് മാസത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ആയതിന് സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ടൂർ മാനേജർ നിർദ്ദേശിച്ച പ്രകാരം കാലത്ത് 3:30 തന്നെ എയർപോർട്ടിൽ എത്തി. സിയാൽ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ഏരിയ കാർ പാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നിർദ്ദേശിച്ചിരുന്ന പില്ലർ നമ്പറായ 14 അടുത്തേക്ക് പതുക്കെ നടന്നു. 14 നമ്പർ പില്ലറിൽ ടൂർ മാനേജർ ടിക്കറ്റുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വിമാനത്താവളത്തിൽ റിപ്പോർട്ടിംഗ് ടൈം 3.5 മണിക്കൂർ മുന്നേ ആയതിനാൽ 3.5 മണിക്കൂർ മുന്നേ തന്നെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തേണ്ടി വന്നു. കൃത്യസമയമായ 6:15 തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. കൃത്യസമയമായ 7:20 തന്നെ ഗോവ ഡബോളിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ബാഗേജുകളെല്ലാം കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അവിടെ സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് അറേഞ്ച് ചെയ്തിരുന്ന AC ബസ്സിൽ എല്ലാവരും ഹോട്ടലിലേക്ക് ചെക്കിങ്ങിനായി പുറപ്പെട്ടു. സാന്റാ മോണിക്ക അറേഞ്ച് ചെയ്തിരിക്കുന്ന സോൺ കണക്ട് എന്ന ഹോട്ടലിൽ കാലത്ത് ഫ്രഷപ്പും പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ബസ്സിൽ തന്നെ അഗ്വാഡ ഫോർട്ട് കാണുവാനായി പുറപ്പെട്ടു. അഗോഡ ഫോർട്ട് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ചതാണ്. ഇവിടെ 17-ാം നൂറ്റാണ്ടിൽ കപ്പലുകൾക്ക് ഫ്രഷ് വാട്ടർ നൽകുവാനായി വലിയൊരു ടാങ്കും ആ കാലത്ത് പണികഴിപ്പിച്ചിരുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ ലൈറ്റ് ഹൗസും ഉണ്ട്. ഈ ഫോർട്ടിൽ നിന്ന് മണ്ടോവി റിവർ അറേബ്യൻ സീയിൽ പതിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഇവിടെ ഫോർട്ടിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കടലിൻ്റെ വന്യമായ കാഴ്ചകൾ ആസ്വദിക്കാം. ഈ ഫോർട്ടിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാനായി സീക്രട്ട് പാസേജും പണികഴിപ്പിച്ചിരുന്നു.
ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചത് കലംകോട്ടെ ബീച്ച് കാണുവാനാണ്. കലംകോട്ടെ ബീച്ച് ഗോവയിലെ ക്യൂൻ ഓഫ് ദ ബീച്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബീച്ചിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് വാട്ടർ സ്പോർട്സ്, സൺ ബാത്തിങ്, ബീച്ച് സൈഡ് ഡൈനിങ്, നൈറ്റ് ലൈഫ്, ഷോപ്പിംഗ് എന്നിവയാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മറ്റൊരു ബീച്ചായ ബാഗ ബീച്ചിലേക്ക് പുറപ്പെട്ടു. ബാഗ ബീച്ചിലേക്കാണ് അടുത്ത യാത്ര. ബാഗ ബീച്ച് ഗോവയിലെ അതിപ്രശസ്തമായ ഒരു ബീച്ചാണ്. ഈ ബീച്ചിൽ ധാരാളം വിനോദസഞ്ചാരികൾ ദിവസേന എത്താറുണ്ട്. ഇവിടുത്തെ അതിമനോഹരമായ ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ കുറേയധികം സമയം ഇവിടെ ചെലവഴിച്ചു. ബാഗ ബീച്ചിലെ കാഴ്ചകൾ കണ്ടാസ്വദിച്ചതിന് ശേഷം തിരികെ ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. ഹോട്ടലിലെ റിസപ്ഷനാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഹോട്ടൽ സോൺ കണക്ട് പാർക്കിംഗ് ഗോവയിലെ ഒരു പ്രശസ്തമായ ഹോട്ടലാണ്. ഇവിടെ എല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. സോൺ കണക്ട് പാർക്കിംഗ് ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത്. ഇത് വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ്. സുഗന്ധത്തിരക്ക് ശേഷം കാലത്ത് പ്രഭാതഭക്ഷണം കഴിച്ച് ആദ്യത്തെ ലൊക്കേഷനായ മങ്കൂഷി ടെമ്പിളിലേക്ക് യാത്ര ചെയ്തു. മങ്കൂഷി ടെമ്പിൾ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിലെ കാഴ്ചകൾ വിശദമായി നടന്നു ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ലൊക്കേഷനായ പുറപ്പെട്ടു. അടുത്ത ഡെസ്റ്റിനേഷനായ ബസിലിക്ക ഓഫ് ബോം ജീസസിലേക്ക് യാത്ര തിരിച്ചു. ബസിലിക്ക ഓഫ് ബോം ജീസസ് സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടം ഗോവയിലെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചർച്ചുകളിൽ ഒന്നാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. ഈ ചർച്ച് യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലെ ഒന്നാണ്. വിശുദ്ധ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം ഇവിടെയാണ്.
ബസിലിക്ക ഓഫ് ബോം ജീസസിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി പീപ്പിൻ റെസ്റ്റോറൻറ്റിലേക്ക് യാത്ര തിരിച്ചു. പീപ്പിൻ റെസ്റ്റോറൻറ്റ് ഗോവയിലെ ഒരു പ്രശസ്തമായ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ താലി മീൽസ് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെട്ടു. അടുത്ത ലൊക്കേഷനായ മിരാമാർ ബീച്ച് വളരെ നല്ല ഒരു ബീച്ചാണ്. ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കുറേയധികം സമയം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു. മിരാമാർ ബീച്ചിലെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും സെൻറ്റ് സെബാസ്റ്റ്യൻ ചപ്പൽ ഗോവയിലേക്ക് യാത്ര തിരിച്ചു. ഇവിടുത്തെ കാഴ്ചകൾ അതിവിശിഷ്ടമാണ്. വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് ഗോവ സെൻറ്റ് സെബാസ്റ്റ്യൻ ചപ്പൽ. വീണ്ടും വൈകിട്ട് ഉള്ള ക്രൂയിസ് ഷിപ്പ് ജേണിക്ക് വേണ്ടിയിട്ട് സാന്റ മോണിക്ക ഫോർട്ട് ജെട്ടിയിൽ എത്തുകയും ക്രൂയിസ് ഷിപ്പ് ജേണിക്ക് 500 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ യാത്ര വളരെ ആസ്വാദ്യകരമാണ്. കടലിലൂടെ 2 മണിക്കൂർ ക്രൂയിസ് ഷിപ്പിലൂടെ യാത്ര, പാട്ടും ഡാൻസും ആയി യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഗോവൻ നാടോടി നൃത്തങ്ങളും ഗോവൻ ഡാൻസുകളും ഈ ക്രൂയിസ് ഷിപ്പിൻ്റെ യാത്രയിലെ ഒരു ഘടകമാണ്.
ആസ്വദിക്കുന്ന നൈറ്റ് ക്രൂയിസിൻ്റെ ബോട്ടാണ്. ഏകദേശം 8 മണിയോടെ അവസാനിക്കും. ജസ്റ്റ് വ്യൂ. ഹോട്ടലിലേക്ക് തിരികെ മടങ്ങി ഏകദേശം 9 മണിയോടെ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് വീണ്ടും പിറ്റത്തെ ദിവസത്തെ യാത്രയ്ക്കായി തയ്യാറെടുത്തു. പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം കാലത്ത് കണ്ടത് അഞ്ജുന ബീച്ചാണ്. അഞ്ജുന ബീച്ച് എന്ന് പറഞ്ഞാൽ കടലെടുത്തു പോയിരിക്കുന്ന ഒരു ബീച്ചാണ്. ഇത് മനോഹരമായ നിർമ്മിതികൾ കൊണ്ട് കാഴ്ചക്കാർക്ക് ആസ്വദിക്കുവാൻ തക്കത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബീച്ച് വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. ഫോട്ടോ ഷൂട്ടിങ്ങിനെല്ലാം വളരെ യോജിച്ച ഒരു ബീച്ചാണ് അഞ്ജുന ബീച്ച്. അഞ്ജുന ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരികെ ഹോട്ടലിൽ എത്തുകയും ഉച്ചഭക്ഷണം കഴിക്കുകയും ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയും ചെയ്തു.
അഞ്ജന ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ ഹോട്ടലിലെത്തുകയും ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഏകദേശം 32 പേരോടൊപ്പമുള്ള ഈ ജേണി വളരെ മനോഹരമായിരുന്നു. മപ്പൂസ മാർക്കറ്റിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയും 10:30 കൊച്ചിൻ സിയാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയുകയും ചെയ്തു.